ഹലോ നമസ്കാരം. നമ്മളെ പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊമോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വൈജയന്തി കടപ്പാട്ട് ഒരു വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും തിരിച്ചുപിടിച്ച് അവിടെ എല്ലാവരെയും ഭരിക്കാനായിട്ടോ വൈജയന്തിയുടെ ശ്രമം. അതിനൊരു താക്കീത് എന്ന വണ്ണം മനു വൈജയന്തിയോട് പറയാണ്, ആൻറ്റി ഇനി സങ്കടപ്പെടാതെ സൂക്ഷിച്ചോ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനത്തെ ഒരു വർത്താനം പറയുന്നത്. അന്നേരം മനു പറയാണ്, അലീന പോകുന്ന സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ കാര്യം ഞാൻ ഇവരോട് പറയട്ടെ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, വേണ്ട അതൊന്നും പറയാൻ നിൽക്കണ്ട, അവൾ പറഞ്ഞതൊന്നും ഇവിടെ വിളമ്പാൻ നിൽക്കണ്ട നീ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അലീനയും ബാലചന്ദ്രനും സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അലീന സ്റ്റാലിൻ ജോസഫിനെ നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അന്ന് വീട്ടിൽ വന്നത് ഇദ്ദേഹമായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ലല്ലോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത് തന്നെയാണ് എന്ന് പറയാണ്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അലീന സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട്, ഒരച്ഛൻ മകളെ അംഗീകരിക്കാൻ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യണം എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ആൻ്റപ്പൻ ചേട്ടനാട്ടോ. ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് സാബിൻ്റെ മൂത്ത മകളെ ടാനിയരെ ചെറിയൊരു ലുക്ക് ഉണ്ട് എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീന ബാലചന്ദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നത് കേട്ടോ. അലീനയെ അവിടെ വിട്ടിട്ട് പോകുമ്പോൾ അലീനയ്ക്കുള്ള വിഷമം കാണിക്കുന്നതാകാം അങ്ങനെ. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട്, ഇവൾ കുറച്ച് ഇമോഷണലാണ്, സ്നേഹം ഉള്ളതും ഇല്ലാത്തതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയാണ്. പുറമേ കാണിച്ചാൽ പോരാ, അത് ഉള്ളിൽ വേണമെന്ന് പറയാണ് സ്റ്റാലിനോട്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു കാലത്ത് ധാരാളം കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്, പിന്നെ എപ്പോഴോ അതെല്ലാം പോയി എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന ഒരു സീനാട്ടോ. ആ സമയത്ത് അലീന നന്നായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കാറിൻ്റെ അടുത്ത് നിന്ന് ഒന്നുകൂടി യാത്ര ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ആ സമയത്ത് ബാലചന്ദ്രൻ നന്നായിട്ട് കരയുന്നുണ്ട്. ഇതാട്ടോ ലാസ്റ്റ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. പ്രൊമോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.